നമ്മൾ എവിടെ ജീവിക്കുന്നോ എങ്ങനെ ജീവിക്കുന്നോ അവിടെ ആ നിമിഷത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, ആ ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോൾ തന്നെ ചെയ്യുക. ഒരിക്കൽ പോലും അതിനെ നമ്മൾ മാറ്റിവെക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുത്തിവെച്ച ചെറിയൊരു അശ്രദ്ധ മൂലം എനിക്ക് ഉണ്ടായ ഒരു വലിയൊരു വിന, ഞാൻ അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ മാസം 4-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വോട്ട് എണ്ണിയ ദിവസം, ഇലക്ഷൻ കൗണ്ടിങ്ങിൻ്റെ ദിവസം, രാവിലെ എനിക്ക് നേരത്തെ തന്നെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ രാവിലെ പ്രഭാത നടത്തത്തിനായി ഇറങ്ങാറുണ്ട്. അന്നും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി 5 മണിയോടെ നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവിടെ എന്തോ പൂച്ചയുടെ ഛർദ്ദിച്ച പോലെ എന്തോ ചെറിയ വേസ്റ്റ് കിടപ്പുണ്ട്. ഞാൻ ആദ്യം അതൊന്ന് തൊട്ടടുത്ത് തന്നെ ബക്കറ്റ് ഇരിപ്പുണ്ട്, വെള്ളം ഇരിപ്പുണ്ട്. ഒരു 30 സെക്കൻഡ് കൊണ്ട് എനിക്ക് എടുത്ത് അതങ്ങ് ഒഴിവാക്കി വെച്ച് പോകാൻ പറ്റും, ആ മഗ്ഗിൽ വെള്ളം എടുത്തങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കരുതി ഏതായാലും ഇത് കഴിഞ്ഞതിന് ശേഷം, നടപ്പ് കഴിഞ്ഞതിന് ശേഷം അത് കളയാം എന്ന് കരുതി ഞാനങ്ങ് നടന്നു. ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും ഞാൻ ഇതിനെ ഈ ചവിട്ടാതെ കാല് മാറ്റി വെച്ച് നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷം എല്ലാ ദിവസവും ഓടും. അന്നും കുറച്ച് നേരം ഓടി. അപ്പോൾ 1-2 റൗണ്ടുകൾ ഇങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ, ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വലത് കാല് നേരെ ആ വേസ്റ്റിലേക്ക് ചവിട്ടാനായിട്ട് പോവുകയാണ്. അപ്പം പെട്ടെന്ന് ഞാൻ ആ കാലിനെ പിൻവലിച്ചു. കാലിനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് മാറ്റുമ്പോൾ അറിയാലോ, അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ 2 കാലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. കാലുകൾ പിണഞ്ഞ് നേരെ ഈ ക്രിക്കറ്റിലൊക്കെ ജഡേജയൊക്കെ ഡൈവ് ചെയ്യുന്ന പോലെ ഡൈവ് ചെയ്ത് പോയി ഏകദേശം മുൻഭാഗം അടിച്ച് ഈ കോൺക്രീറ്റ് റോഡിലേക്ക് പോയി വീണു. വലിയ കുഴപ്പമില്ലാത്ത പരിക്ക് പറ്റി. എന്തായാലും ഞാൻ തട്ടി പിണഞ്ഞ് എഴുന്നേറ്റ് അന്ന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് ജോലിക്ക് പോയി. ആശുപത്രിയിൽ പോയി കണ്ടു. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എല്ലിനൊന്നും പൊട്ടലില്ല, പക്ഷെ നല്ല പെയിനാണ്. അപ്പോൾ മസിലിന് ചതവുണ്ട്, അതുപോലെ തന്നെ പേശിയൊക്കെ വലിവുണ്ട്. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു. എന്തായാലും മരുന്നൊക്കെ ആയിട്ട് 3-4 ദിവസം ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വീടിൻ്റെ ഉള്ളിലിരുന്ന് റെസ്റ്റ് എടുത്തു. കുഴപ്പമില്ല, ഏകദേശം മാറിയൊക്കെ വരുന്നുണ്ട്. ശരീരത്തിൽ അവിടെയൊക്കെ മുറിവുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞൊന്നും വേറെ ഒന്നും കൊണ്ടല്ല, വെറും 30 സെക്കൻഡും കൊണ്ട് എനിക്ക് അപ്പോൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാതെ അത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അല്ലെങ്കിൽ 3/4 മണിക്കൂർ നേരത്തേക്ക് ഞാൻ മാറ്റിവെച്ചു. അതുമൂലം എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നം ചെറുതല്ല. ഒത്തിരി കാര്യങ്ങൾ അതുമൂലം ഇങ്ങനെയുള്ള ബോഡി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് എല്ലാവരോടും പറയണം, ഒരു വലിയൊരു സന്ദേശം തരണം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഥയോടെ പറഞ്ഞത്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇന്നലെ കഴിഞ്ഞ് പോയതിനെ പറ്റി ഓർത്ത് വിഷമിക്കുകയും നാളെ ഇനി വരാനിരിക്കുന്നതിനെ ഓർത്ത് നമ്മൾ ഭയപ്പെടുകയും ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ എവിടെ ജീവിക്കുന്നോ എങ്ങനെ ജീവിക്കുന്നോ അവിടെ ആ നിമിഷത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, ആ ദിവസം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്പോൾ തന്നെ ചെയ്യുക. ഒരിക്കൽ പോലും അതിനെ നമ്മൾ മാറ്റിവെക്കരുത്. ഇനി ആ സംഭവം നമ്മൾ ചെയ്യാതെ പോയി എന്നുണ്ടെങ്കിൽ അതിനോർത്ത് നമ്മൾ വിഷമിക്കുകയും ചെയ്യരുത്. നമ്മൾ ആ ചെയ്യേണ്ട സമയം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക. ഡോണ്ട് വേസ്റ്റ് ടുഡേ carrying yesterday's pain or tomorrow's fear. Life becomes beautiful when you learn to live only in the present. നമ്മൾ ഈ പ്രസൻറ്റിൽ ഈ നിമിഷത്തെ മനോഹരമാക്കി ജീവിക്കുക. ഒരിക്കലും കഴിഞ്ഞ് പോയതിനെ ഓർത്ത് ദുഃഖിക്കുകയോ ഇനി വരാൻ പോകുന്നതിനെ ഓർത്ത് ഭയപ്പെടുകയോ ചെയ്യാതിരിക്കുക. താങ്ക് യു.